നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഗ്രാമർ പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. ഷോർട്ടായിട്ടാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ JLT സിലബസിൽ ഗ്രാമർ പോർഷനിൽ വരുന്നത് എന്തൊക്കെയാണ്? സംജ്ഞ വരുന്നുണ്ട്, സർവനാമം വരുന്നുണ്ട്, വിശേഷണം വരുന്നുണ്ട്, ക്രിയ വരുന്നുണ്ട്, അല്ലേ? ഇവയൊക്കെയാണ് നമ്മൾ ഷോർട്ടായിട്ടാണ് പറയുന്നത്. എന്താ പറയുക, ഒരു വൈഡായിട്ടങ്ങ് പറയുന്നില്ല, ഷോർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ സംജ്ഞ എന്താണ്? നാമങ്ങളാണ്, പ്രത്യേകം ഓർത്ത് വെക്കുക. സംജ്ഞ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്. സംജ്ഞയുടെ സാമാന്യ ഭേദം എത്രയാണ്? 5 തരമാണ്. ഏതൊക്കെയാണ്? വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്, ദ്രവ്യവാചക്, സമൂഹവാചക്. അപ്പോൾ വ്യക്തികളുടെ പേരുകളാണെങ്കിൽ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരുകളാണെങ്കിൽ എന്താണ്? വ്യക്തിവാചകമായിരിക്കും. ജാതിവാചക ആണെങ്കിലോ? ജാതി പറഞ്ഞാൽ ഒരു കൂട്ടമാണ്. അപ്പോൾ പേട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒരുപാട് ടൈപ്സ് ഓഫ് പേടുണ്ട്. അതെന്താണ്? ഒരു ജാതിയാണ്. ആം എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് തരത്തിലുള്ള മാങ്ങകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതെന്താണ്? ഒരു ജാതിയാണ് ആം. മൂന്നാമത് എന്താണ്? ഭാവമാണ്. ഭാവം, അതായത് എന്താ പറയുക, ബച്ചപ്പൻ. ബച്ചപ്പൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു കുട്ടിക്കാലം. നമ്മുടെ കുട്ടിക്കാലം എന്താണ്? ഭാവവാചക സംജ്ഞക്ക് ഉദാഹരണമാണ്. ബുഢാപ്പ, വാർദ്ധക്യം, അല്ലേ? അതൊക്കെ ഭാവവാചക സംജ്ഞക്ക് ഉദാഹരണമാണ്. അടുത്തത് ദ്രവ്യവാചകം. ദ്രവ്യവാചകം എന്ന് പറയുമ്പോൾ എന്താ? ദ്രവ്യം. മനസ്സിലായല്ലോ? ദ്രവ്യവാചകമാണ്. സമൂഹവാചകം ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നതാണ്. കക്ഷ എന്ന് പറയുമ്പോൾ എന്താ? കുട്ടികളുടെ കൂട്ടം, ഒരു സമൂഹമാണ്, അല്ലേ? കക്ഷ എന്ന് പറയുമ്പോൾ അതാണ് സമൂഹവാചകം. രണ്ടാമത്തേത് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ പ്രോനൗണാണ്. സംജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുക. ഏതൊക്കെയാണ്? മേ, തും, വഹ്, യഹ്, ആപ്പ്, ഹം. ഇതൊക്കെ എന്താണ്? സർവനാമത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സർവനാമത്തിൻ്റെ ഭേദങ്ങൾ ഏതൊക്കെയാണ്? പുരുഷവാചക്, നിജവാചക്, നിശ്ചയവാചക്, അനിശ്ചയവാചക്, പ്രശ്നവാചക്, സംബന്ധവാചക്. അപ്പോൾ സർവനാമം 6 തരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പുരുഷവാചക്, നിജവാചക്, അനിശ്ചയവാചക്, നിശ്ചയവാചക്, പ്രശ്നവാചക്, സംബന്ധവാചക്. ആ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും എന്താണ് ഓരോ സർവനാമം. പുരുഷവാചക് എന്ന് പറയുമ്പോൾ അതിൽ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്. ഉത്തം പുരുഷ് ആരാണ്? മേ, ഹം. ഇവയൊക്കെ എന്താണ്? ഉത്തം പുരുഷ്. മധ്യപുരുഷ് ആരാണ്? തു, തും, ആപ്പ്, ആപ്കോ. അതൊക്കെ മധ്യപുരുഷിൽ വരുന്ന എക്സാമ്പിളാണ്. അന്യപുരുഷ് എന്ന് പറയുമ്പോൾ ആരാണ്? വേ, യേ, വഹ്, യഹ്, ഉനേ, ഉൻകോ. അതൊക്കെ അന്യപുരുഷന് ഉദാഹരണമാണ്. നെക്സ്റ്റ് വിശേഷണമാണ്. വിശേഷണം എന്താണ്? സംജ്ഞയുടെയും സർവനാമത്തിൻ്റെയും വിശേഷത പറയുകയാണ്. വിശേഷതയൊക്കെ പറയുന്നതാണ് വിശേഷൻ. സംജ്ഞയുടേത് സർവനാമത്തിൻ്റെയോ വിശേഷതയാണ് പറയുന്നത് കേട്ടോ. ക്രിയയുടെ വിശേഷണം പറയുന്നതെങ്കിൽ ക്രിയാവിശേഷണമാണ്. സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ വിശേഷണമാണെങ്കിൽ അത് വിശേഷണമാണ്. അപ്പോൾ വിശേഷൻ പറയുമ്പോൾ നമ്മൾ വിശേഷ്യ പഠിക്കണം, പ്രവിശേഷൻ പഠിക്കണം, വിശേഷൻ പഠിക്കണം. എന്താണ് വിശേഷ്യ? അതായത് ആരുടെ വിശേഷതയാണോ നമ്മൾ പറയുന്നത്, അതാരാവാം, സംജ്ഞയാവാം, സർവനാമമാവാം, അതാണ് വിശേഷി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രവിശേഷൻ. പ്രവിശേഷൻ എന്ന് പറഞ്ഞാൽ വിശേഷണിക്ക് വിശേഷത. വിശേഷണത്തിൻ്റെ വിശേഷണ ശബ്ദങ്ങളുടെ വിശേഷത പറയുന്ന ശബ്ദത്തെയാണ് നമ്മൾ പ്രവിശേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ വിശേഷത പറയുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രാധ ബഹുത് സുന്ദർ ലഡ്കി ഹെ. രാധ ബഹുത് സുന്ദർ ലഡ്കി ഹെ എന്ന് പറയുക. അപ്പോൾ രാധ എന്താണ്? നമ്മുടെ ആരുടെ വിശേഷതയാണ് പറയുന്നത്? രാധയുടെ. അപ്പോൾ രാധയുടെ വിശേഷത പറയുന്നത് കൊണ്ട് രാധ എന്താണ്? വിശേഷ്യാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ബഹുത് സുന്ദർ ലഡ്കി ഹെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് വിശേഷൻ? സുന്ദർ. സുന്ദറാണ് വിശേഷണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സുന്ദറിനെ നമ്മൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എന്താണ് പറയുന്നത്? ബഹുത് സുന്ദർ. അപ്പോൾ ആ സുന്ദർ ശബ്ദത്തിൻ്റെ വിശേഷത പറയുകയാണ് ബഹുത്ത് എന്ന് കൂട്ടിച്ചേർത്തിട്ട്. ആ ബഹുത്താണ് പ്രവിശേഷൻ. ഞാൻ പറഞ്ഞല്ലോ,
വിശേഷൺ ശബ്ദത്തിൻ്റെ വിശേഷത പറയുന്നതിനാണ് നമ്മൾ പ്രവിശേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? റാം അല്ല സീത ബഹുത് സുന്ദർ ലഡ്കി ഹെ. സീത വിശേഷ്യാണ്, ബഹുത് പ്രവിശേഷനാണ്, സുന്ദർ വിശേഷനാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിശേഷൻ 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗുണസംഖ്യ, പരിമാൺ, സങ്കേത്. ഇങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഗുണസംഖ്യ, പരിമാൺ, സങ്കേത്. ഗുണവാചക് ഉണ്ട്, സംഖ്യാവാചക്, പരിമാൺ വാചക്, സങ്കേതവാചക് അല്ലെങ്കിൽ സാർവനാമിക് വിശേഷണം എന്നും പറയും. ഗുണവാചക് എന്ന് പറഞ്ഞാൽ ഗുണം അല്ലെങ്കിൽ ദോഷാവാം. അച്ഛ, പുര, പിന്നെന്താ പറയുക, നമ്മൾ ഓരോരാളുടെ ഗുണങ്ങൾ ആകാറ് പറയും. രൂപത്തെ മോട്ട, ഛോട്ട, ബട അങ്ങനെ പറയുകയാണെങ്കിൽ അതെന്താണ്? ഗുണവാചകമാണ്. സംഖ്യാവാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ വരിക അല്ലേ? 2 മീറ്റർ, എന്താ പറയുക, 2 ലിറ്റർ. ലിറ്റർ പറയാമെങ്കിൽ പരിമാൺ വാചകമാണ് വരിക കേട്ടോ. തൂക്കം വരുമ്പോൾ പരിമാൺ വാചകമാണ്. 2 3 അങ്ങനെ സംഖ്യാവാചിയായിട്ട് വരുന്ന വിശേഷണ ശബ്ദങ്ങളെയാണ് നമ്മൾ സംഖ്യാവാചക വിശേഷണം എന്ന് പറയുക. പരിമാണം എന്ന് പറയുമ്പോൾ അതിലെന്തായി? 2 കിലോ, 2 കിലോ ചാവൽ 2 എന്ന് പറയുമ്പോൾ ആ കിലോ അവിടെ വന്ന അവരുടെ ഒരു മാപ്തോൽ വന്നതുകൊണ്ട് കിലോ, 2 മീറ്റർ, അതൊക്കെ എന്താണ്? പരിമാൺ വാചക വിശേഷണം. സങ്കേതവാചകം എന്താണ്? സങ്കേതവാചകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുക. യഹ് മേരാ ഘർ ഹെ, യഹ് മേരാ ഘർ ഹെ എന്ന് പറയുമ്പോൾ എന്താ? യഹ് എന്താണ് അവിടെ? സങ്കേതവാചക വിശേഷണമാണ്. നമ്മൾ വീടിനെ കാണിച്ചിട്ടാണ് പറയുന്നത്. യഹ് മേരാ ഘർ ഹെ. അപ്പോൾ വിശേഷൻ 4 തരം: ഗുണസംഖ്യ, പരിമാൺ, സങ്കേത്. നെക്സ്റ്റ് ക്രിയയാണ്. ക്രിയ 2 തരത്തിൽ. ഏതൊക്കെയാണ്? മെയിനായിട്ട് ചോദിക്കുന്നതാണ്. 2 തരം: സകർമ്മക്, അകർമ്മക്. അപ്പോൾ കർമ്മമുണ്ടെങ്കിൽ സകർമ്മകാണ്, കർമ്മം ഇല്ലെങ്കിൽ എന്താണ്? അകർമ്മക്. അപ്പോൾ അകർമ്മകിൽ വരുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഹസ്ന, റോന, സോന, ആന, ജാന, ദൗഡ്ന ഇവയൊക്കെ എന്താണ്? അകർമ്മ ക്രിയയാണ്. അതെന്താണ്? വഹ് ജാതാ ഹെ, അവൻ പോകുകയാണ്. അവിടെ കർമ്മമുണ്ടോ? അവൻ എവിടെ പോയി, എന്തിനു പോയി, എങ്ങോട്ട് പോയി നമുക്കറിയോ? വഹ് ജാതാ ഹെ, വഹ് ഹസ്താ ഹെ, വോ ഹസ്താ ഹെ, വോ രോതാ ഹെ, വോ സോതാ ഹെ. അതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? അവിടെ കർമ്മമില്ല. അതുകൊണ്ട് തന്നെ ഇവയെന്താണ്? അകർമ്മ ക്രിയയാണ്. ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ഈ വേർഡ്സുകൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് വാച്യാണ്. വാച്യം എത്രയുണ്ട്? 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കർത്തൃവാച്ച്, കർമ്മവാച്ച്, ഭാവവാച്ച്. കർത്തൃവാച്ച് നമ്മൾ സാധാ നോർമൽ സെൻറ്റൻസ് ആണ്. എന്താണ്? ലഡ്ക കഹാനി സുൻതാ ഹേ, മേം പത്ര ലിഖ്താ ഹൂം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സാധാ കർത്താവാണ് അല്ലേ? ഫസ്റ്റ് മേം എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. മേം പത്ര ലിഖ്താ ഹൂം, ഞാനാണ് കത്തെഴുതുന്നത് അല്ലേ? മേം പത്ര ലിഖ്താ ഹൂം, മേം കർത്താവിനാണ് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് കർമ്മവാച്യത്തിൽ വരുമ്പോൾ എന്താണ്? റീത കെ ദ്വാര ചിത്ര ബനായ ഗയ എന്ന് പറയുമ്പോൾ കെ ദ്വാര എന്ന ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കർമ്മവാച്യമായിരിക്കും. കാരണം അവിടെ ഒരു കർമ്മമുണ്ട് അല്ലേ? റീത കെ ദ്വാര ചിത്ര ബനായ ഗയ. ആരാണ് ചിത്രം ഉണ്ടാക്കിയത്? റീതയാണ് അല്ലേ? റീതയാണ്. റീത എന്താണ് ഉണ്ടാക്കിയത്? ചിത്രം. റീത ക്യാ ബനായ ഗയ. ക്യാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കർമ്മവാച്യമായിരിക്കും കേട്ടോ. ക്യാ ബനായ ഗയ, ചിത്ര ബനായ ഗയ. റീത കെ ദ്വാര ചിത്ര ബനായ ഗയ. അപ്പോൾ ട്രിക്കാണ് കെ ദ്വാര വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർമ്മവാച്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ്? ഭാവവാച്യമാണ്. ഭാവവാച്യം വരുമ്പോൾ എന്താണ്? മെയിനായിട്ടും സേ ആണ് നമ്മൾ ട്രിക്കിലൂടെ പഠിക്കുന്നത്. സേ വരുന്നുണ്ടെങ്കിൽ സെൻറ്റൻസസ് സേ നെഹിൻ ചാത്ത എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഭാവവാച്യമാണ്. സീത സേ ഖായ നെഹിൻ ചാത്ത, ഉസ് സേ നാച്ച നെഹിൻ ചാത്ത. അതൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്? സേ വന്നിട്ടുണ്ട്, പിന്നെന്താ? നെഹിൻ ചാത്ത എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭാവവാച്യമാണെന്ന് പിടികിട്ടും. അപ്പോൾ ഭാവവാച്യത്തിൻ്റെ ക്രിയ എന്ന് പറയുന്നത് സാമാന്യമായിട്ട് അകർമ്മകമായിരിക്കും എന്നുകൂടി നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്? വാക്യം. വാക്യത്തിൻ്റെ ഡിവിഷൻസ് ഏതൊക്കെയാണ്?
വാക്യം 3 ടൈപ്പാണ്. സരൾ വാക്യമുണ്ട്, സംയുക്ത വാക്യമുണ്ട്, മിശ്രവാക്യമുണ്ട് അല്ലേ. സരൾ വാക്യം എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ വാക്യത്തെയാണ് നമ്മൾ സരൾ വാക്യം എന്ന് പറയുന്നത്. സംയുക്ത വാക്യം എന്ന് പറയുമ്പോൾ എന്താണ്? സംയുക്ത വാക്യം എന്ന് പറയുമ്പോൾ 2 വാക്യങ്ങൾ കൂടി ചേർന്നതാണ് സംയുക്ത വാക്യം അല്ലേ. ഒരുപാട് വാക്യങ്ങൾ കൂടി ചേർന്നതാണ് സംയുക്ത വാക്യങ്ങൾ. അപ്പോൾ സരൾ വാക്യത്തിന് ഉദാഹരണമാണ് രാമു പുസ്തക പഠിത്താ ഹെ എന്ന് പറയുമ്പോൾ എന്താണ്? സരളമായിട്ട് രാമു പുസ്തക പഠിത്താ ഹെ അല്ലേ. രാമു എന്താണ്? കർത്താവാണ്. പിന്നെ പുസ്തകം എന്താണ്? കർമ്മമാണ്. പഠന ക്രിയയാണ് അല്ലേ. അപ്പോൾ നോർമലായിട്ടുള്ളത് പഠിച്ചു വെക്കുക. സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റും ഉണ്ടെങ്കിൽ എന്താണ്? സരൾ വാക്യമാണ്. സംയുക്ത വാക്യം ഒരുപാട് വാക്യങ്ങൾ കൂടി ചേർന്നതാണ് സംയുക്ത വാക്യം. അതിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ്? വാചക ശബ്ദം നമ്മൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് വാചക ശബ്ദം വരുന്നത് സംയുക്ത വാക്യത്തിൽ? ഔർ, തഥാ, ഏവം, പർ, പരന്തു, ലേക്കിൻ, യാ, അഥവാ, നഹിതോ ഇവയൊക്കെ വരികയാണെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഇവയൊക്കെ ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാം വരില്ല കേട്ടോ, ഒന്നേ വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഔറാണോ അല്ലെങ്കിൽ തഥയാണോ ഏവമാണോ പറാണോ പരന്താണോ ലേക്കിനാണോ അഥവയാണോ നെഹീത്തോ ആണോ യാ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? സംയുക്ത വാക്യമായിരിക്കും. മിശ്രവാക്യമാണെങ്കിലോ ഒരു സരൾ വാക്യം ഉണ്ടാവും, പിന്നെ ആശ്രിത വാക്യം ഉണ്ടാവും മിശ്രവാക്യത്തിൽ. അതായത് കീ അവിടെ ഉണ്ടാവും. കീ എന്ന ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് കീ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മിശ്രവാക്യമായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് കൂടാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മിശ്രവാക്യത്തിലാണ് കീ വരുന്നത്, വേറൊരു വാക്യത്തിലും കീ വരില്ല. സംയുക്ത വാക്യത്തിൽ നമ്മൾ പഠിച്ചു ഔർ, തഥാ, ഏവം, പർ, പരന്തു, ലേക്കിൻ, യാ, അഥവാ, നഹിതോ ഈ ശബ്ദങ്ങളാണ് സംയുക്ത വാക്യത്തിൽ വരിക. അപ്പോൾ വാക്യം ക്ലിയർ ആയാലോ? വാക്യം 3 ടൈപ്സാണ്: സരൾ, സംയുക്ത, മിശ്ര. മിശ്രയിൽ വരുന്നത് കീ എന്ന ശബ്ദമാണ്. സംയുക്തയിൽ ഔർ, തഥാ, ഏവം, പർ, പരന്തു, ലേക്കിൻ, യാ, അഥവാ, നഹിതോ. പിന്നെ സരൾ വാക്യം നമ്മുടെ നോർമൽ സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക.